24 ബിഗ് ബ്രേക്കിംഗ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്നാവശ്യപ്പെട്ട് CPI നിലപാട് കടുപ്പിക്കുകയാണ്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ലഭിച്ചില്ലെങ്കിൽ സംയുക്ത നിയമസഭാ കക്ഷിയിലെ മറ്റ് ചുമതലകൾ ഏറ്റെടുക്കില്ല എന്ന് CPIM നേതൃത്വത്തെ CPI അറിയിച്ചു. പാർട്ടി ഉന്നയിച്ച ആവശ്യത്തിൽ തീരുമാനമാകാതെ സംയുക്ത നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്നും CPI തീരുമാനിച്ചിട്ടുണ്ട്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ശ്രീജിത്ത്, ഈ ഉപനേതൃസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഭിന്നത അത് രൂക്ഷമായി തുടരുന്നുണ്ട്. CPIM ആ ആവശ്യം എത്ര കണ്ട് അംഗീകരിക്കും എന്നതിൽ സംശയമുള്ളപ്പോഴും CPI ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ? അസിത, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം തങ്ങൾക്ക് വേണമെന്ന ആവശ്യം CPI നേരത്തെ തന്നെ CPIMനെ അറിയിച്ചിരുന്നു. CPIയുമായുള്ള ഉഭയകക്ഷി ചർച്ചയിലാണ് ഇക്കാര്യം അറിയിച്ചത്. എന്നാൽ ഇതുവരെയും അനുകൂല തീരുമാനമില്ലാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടിയുള്ള നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതില്ല എന്ന് CPI തീരുമാനിച്ചത്. അതിന്റെ ആദ്യപടിയായിട്ടാണ് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകുന്നില്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് CPI തീരുമാനിച്ചത്. അതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന ശേഷം ഇതുവരെയും LDFിലെ എല്ലാ MLAമാരെയും ഒരുമിച്ചിരുത്തി ഒരു യോഗം ചേരാൻ സാധിക്കാതെ പോകുന്നത്. ഇതോടൊപ്പം തന്നെ LDFിന്റെ പാർലമെന്ററി പാർട്ടിയിലെ മറ്റു ഭാരവാഹിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നും CPI തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യം CPIMനെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. ചൊവ്വാഴ്ച മുതൽ നിയമസഭയുടെ സമ്മേളനം അതിന്റെ പ്രധാനപ്പെട്ട അജണ്ടകളിലേക്ക് കടക്കുകയാണ്. നന്ദിപ്രമേയ ചർച്ച സഭാതലത്തിൽ ആരംഭിക്കുമ്പോൾ LDFിന്റെ പാർലമെന്ററി പാർട്ടി യോഗം കൂടാൻ കഴിയാത്തത് ഒരു അസാധാരണ പ്രതിസന്ധിയാണ് മുന്നണിക്കുള്ളിൽ സൃഷ്ടിക്കുന്നത്. എങ്കിലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ലഭിച്ചേ തീരൂ. അതിന് കാരണമായി CPI ചൂണ്ടിക്കാണിക്കുന്നത് LDFിന്റെ നേതൃത്വം CPIMലേക്ക് അല്ലെങ്കിൽ ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നത് ഉചിതമല്ല. അങ്ങനെ നേതൃസ്ഥാനം പങ്കിട്ടെടുക്കണം, ഒരു കൂട്ടായ നേതൃത്വമാണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരു ധാരണ എല്ലാവരിലേക്കും എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ആവശ്യപ്പെടുന്നത്. നേരത്തെ പിണറായി വിജയനെ മാത്രം മുൻനിർത്തി നടത്തിയ ഒരു പ്രചരണവും മറ്റും തിരിച്ചടിയായിരുന്നു. അതുകൊണ്ടാണ് അത്തരമൊരു ആവശ്യം CPI ഏറ്റവും കർശനമായി തന്നെ ഉന്നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.